ഐതിഹ്യമാല അധ്യായം 53 കൊട്ടാരക്കര ഗോശാല. തിരുവിതാംകൂറിൽ കൊല്ലം ഡിവിഷനിൽ ചേർന്ന കൊട്ടാരക്കര താലൂക്കിൽ കൊട്ടാരക്കര എന്ന ദേശത്ത് ഒരു ശിവക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രം പണ്ട് കൊട്ടാരക്കര, അതായത് ഇളയിടത്ത് സ്വരൂപം രാജാവിന്റെ വകയായിരുന്നു. ആ സ്വരൂപത്തിലെ രാജാക്കന്മാർ ഈ ശിവനെ അവരുടെ പരദേവതയായിട്ടാണ് ആചരിക്കുകയും ആദരിക്കുകയും ചെയ്തു വന്നിരുന്നത്. കൊട്ടാരക്കര ദേശ തിരുവിതാംകൂറിലേക്ക് ഒതുങ്ങിയതിനോടുകൂടി ഈ മഹാദേവ ക്ഷേത്രവും തിരുവിതാംകൂർ സർക്കാർ വകയായി തീർന്നു. ആ ക്ഷേത്രത്തിന്റെ തെക്കുവശത്ത് മതിൽക്കകത്തായി ഒരു ഗോശാല ഇപ്പോഴും കാണാനുമുണ്ട്. അതിന്റെ ഉത്ഭവത്തെ പറ്റിയാണ് ഇവിടെ പറയുവാനും ഭാവിക്കുന്നത്. പണ്ട് ബ്രിട്ടീഷ് മലബാർക്കാരനായ ഒരു നമ്പൂതിരി അന്യപത്യത നിമിത്തം വളരെ ദുഃഖിച്ച് അനേകം സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും ക്ഷേത്രങ്ങളിൽ വഴിപാടുകളും മറ്റും നടത്തിയതിന്റെ ഫലമായി ഒരു പുത്രസന്താനമുണ്ടായി. അപ്പോൾ ആ മാതാപിതാക്കന്മാർ വളരെ സന്തോഷിച്ചുവെങ്കിലും ആ സന്തോഷം അധിക നാളത്തേക്ക് നീണ്ടുനിന്നില്ല. ഉണ്ണിയുടെ ജാതകഫലം ചിന്തിച്ചാൽ അദ്ദേഹം 20-ാമത്തെ വയസ്സിൽ വിഷഭയമുണ്ടാക്കി മരിക്കുമെന്ന് സമർത്ഥരായ അനേകം ജ്യോത്സ്യന്മാർ ഐക്യകണ്ഠേന അഭിപ്രായപ്പെട്ടിരുന്നു. അതിനാൽ മാതാപിതാക്കന്മാർക്ക് സന്തോഷത്തിലധികം സന്താപമാണ് ഉണ്ടായിത്തീർന്നത്. ഇതിനേക്കാൾ നല്ലതോ ഉണ്ണി ഉണ്ടാകാതിരിക്കുക തന്നെയായിരുന്നു എന്ന് പോലും അവർക്ക് തോന്നി. എങ്കിലും ആ ഉണ്ണി ക്രമേണ വളർന്നു വരികയും അദ്ദേഹത്തിന്റെ ഉപനയനവും സമവർത്താനം മുതലായ യഥാകാലം ഈ അച്ഛൻ നമ്പൂരി നടത്തുകയും ചെയ്തു. യഥാക്രമം വേദോധ്യാനവും വിദ്യാഭ്യാസവും ചെയ്യിക്കിയാൽ 16 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും ആ ബ്രാഹ്മണകുമാരൻ നല്ല ഭേദജ്ഞയും വിദ്വാനുമായി തീർന്നു. ആകൃതി കൊണ്ടും പ്രകൃതി കൊണ്ടും മനോഹരനായ ഉണ്ണി നമ്പൂരിയുടെ പ്രായത്തെ അതിക്രമിച്ചുള്ള വളർച്ചയെയും ദേഹപുഷ്ടിയും കണ്ട് മാതാപിതാക്കന്മാർ ഇവൻ അല്പായുസ്സായിട്ട് പോകുവാൻ തന്നെ ഉണ്ടായവനാണ് എന്ന് വിചാരിച്ച് പ്രതിദിനം ദുഃഖിച്ചുകൊണ്ടേയിരുന്നു. മാതാപിതാക്കന്മാർ സഖാ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം ആ ഉണ്ണി നമ്പൂരി കാലക്രമേണ മനസ്സിലാക്കുകയും ഇത് കണ്ട് വിഷാദിക്കേണ്ടതൊന്നുമില്ല, 16-ാമത്തെ വയസ്സിൽ മരിക്കാതെ മാർക്കണ്ഡേയനെ രക്ഷിച്ച ഈശ്വരന് എന്നെയും രക്ഷിക്കുവാൻ കഴിയും എന്ന് മനസ്സിൽ ദൃഢമായി നിശ്ചയിക്കുകയും അക്കാലം മുതൽ അദ്ദേഹം വലിയ ഈശ്വരഭക്തനായി തീരുകയും ചെയ്തു. അനന്തരം ആ ഉണ്ണി നമ്പൂരി ഇല്ലത്തു നിന്നിറങ്ങി കേരളത്തിലുള്ള മഹാക്ഷേത്രങ്ങളിലെല്ലാം ചെന്ന് സ്വാമി ദർശനം ചെയ്തുകൊണ്ട് സഞ്ചരിച്ചു. അങ്ങനെ ക്രമേണ അദ്ദേഹം ആറന്മുള ചെന്ന് ചേർന്നു. ആറന്മുള ഭഗവാനെ ഭജിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഒരു മണ്ഡലം, അതായത് 41 ദിവസം താമസിച്ചു. 41-ാം ദിവസത്തിൽ രാത്രിയിൽ അദ്ദേഹം അമ്പലത്തിൽ കിടന്നുറങ്ങിയ സമയം ഒരാൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന്, അങ്ങേക്കിപ്പോൾ ഒരു 20-ാമത്തെ വയസ്സായിരിക്കുന്നു, ഇവിടെ താമസിച്ചാൽ ഫലസിദ്ധി ഉണ്ടാവുകയില്ല, ഇളയിടത്ത്, അതായത് കൊട്ടാരക്കര മഹാദേവനെ ഭജിച്ചുകൊണ്ട് അവിടെ ചെന്ന് താമസിക്കുക, ആ മഹാദേവൻ അങ്ങയുടെ ആപത്തൊഴിച്ച് രക്ഷിക്കുമെന്ന് പറഞ്ഞതായി അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവിടെയങ്ങ് ആരെയും കണ്ടില്ല. ഇത് കരുണാനിധിയായ തിരുവാറന്മുളയപ്പൻ തന്നെ അരുളി ചെയ്തതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം അടുത്ത ദിവസം തന്നെ അവിടെ നിന്ന് പുറപ്പെട്ട് കൊട്ടാരക്കരയെത്തി ഇളയിടത്ത് മഹാദേവനെ ഭജിച്ചു തുടങ്ങി. അങ്ങനെ 40 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം വൈകുന്നേരം ആ നമ്പൂരി സന്ധ്യാവന്ദനത്തിനായി അമ്പലത്തിൽ നിന്നിറങ്ങി കുളത്തിലേക്ക് പോയപ്പോൾ എവിടെ നിന്നോ ഒരു കൃഷ്ണസർപ്പം ചീറ്റിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നാലെ ചെന്നു. അത് കണ്ട് നമ്പൂരി, ഓ, നമ്മുടെ ജാതകബലം അനുഭവിക്കാനുള്ള കാലമായിരിക്കുമോ, ഇതിനെടുത്തുക്കാൻ മഹാദേവന് ശക്തിയില്ലെങ്കിൽ അനുഭവിക്കുക തന്നെ. സർപ്പഭൂഷണനായ സർവേശ്വരന് ഒരു സർപ്പത്തെ എടുക്കാൻ നിവൃത്തിയില്ലാതെ വരികയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് കുളത്തിലിറങ്ങി സന്ധ്യാവന്ദനവും ജപവുമെല്ലാം നടത്തി. സർപ്പം കുളക്കടവിൽ കരയ്ക്ക് ചെന്ന് നിന്നു. നമ്പൂരി മറ്റൊരു വഴിയെ കരയ്ക്ക് കയറി അമ്പലത്തിലെത്തി പ്രദക്ഷിണം വെച്ച് തുടങ്ങി. അപ്പോൾ സർപ്പം അവിടെയും എത്തി അദ്ദേഹത്തെ പിന്തുടർന്നു. സർപ്പം ഏറ്റവും അടുത്തപ്പോൾ നമ്പൂരി നടയിൽ ചെന്ന് സാഷ്ടാംഗമായി നമസ്കരിച്ചുകൊണ്ട് അവിടെ കിടന്നു. അപ്പോൾ ദീപാരാധനയ്ക്ക് നട അടച്ചിരിക്കുകയായിരുന്നു. സർപ്പം നമ്പൂരിയെ തൊട്ടില്ല എന്ന സ്ഥിതിയിലെത്തിയപ്പോൾ എവിടെ നിന്നോ ഒരു പരുന്ത് വന്ന ആ സർപ്പത്തെ റാഞ്ചി അങ്ങോട്ട് കൊണ്ടുപോയി. ദീപാരാധനയ്ക്ക് നട തുറന്നപ്പോൾ നമ്പൂരി എണീറ്റു. അപ്പോൾ സർപ്പത്തെ അവിടെയെങ്ങും കണ്ടില്ല. സർപ്പത്തെ പരുന്ത് കൊന്ന് അമ്പലത്തിന്റെ മതിൽക്കെട്ട് പുറത്ത് പടിഞ്ഞാറ് വശത്തായി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടതായി ജനങ്ങൾ പറഞ്ഞ് അദ്ദേഹം കേൾക്കുകയും മഹാദേവന്റെ കൃപ കൊണ്ട് തന്റെ ആപത്തിങ്ങനെ ഒഴിഞ്ഞുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ നമ്പൂരി സ്വദേശത്തേക്ക് പുറപ്പെടുകയും ഇല്ലത്തെത്തി വിവരം മാതാപിതാക്കളെ അറിയിക്കുകയും അവർ അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. അനന്തരം നമ്പൂരി ഏതാനും പണവും കൊണ്ട് വീണ്ടും കൊട്ടാരക്കര എത്തുകയും രാജാവിന്റെ അനുവാദപ്രകാരം കരിങ്കൽ മാണികപ്പളോടുകൂടി മഹാദേവ ക്ഷേത്രം ജീർണോദ്ധാരണം ചെയ്യുകയും അതിന്റെ തെക്കുവശത്ത് കരിങ്കല്ലുകൊണ്ട് തന്നെ പുത്തനായി ഒരു ഗോശാല പണിയിക്കുകയും ചെയ്തു. ആ ഗോശാല തറ മുതൽ മുഴുവനും മുകളിലത്തെ മേച്ചിൽ കൂടി കരിങ്കല്ലുകൊണ്ടാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഗോശാലയുടെ വടക്കുവശം ഒഴിച്ച് 3 വശങ്ങളിലും കരിങ്കൽ കൊണ്ട് തന്നെയാണ് ഭിത്തി കെട്ടിയിരിക്കുന്നത്. ഈ ഗോശാല പണിയിച്ചത് കൊല്ലം 900 ആണ്ടിലാണെന്നാണ് കേൾവി. അതിനിപ്പോഴും യാതൊരു കേട് സംഭവിച്ചിട്ടില്ല. സർപ്പം ചത്തുവീണ സ്ഥലത്ത് ആ നമ്പൂരി ഒരു നാഗപ്രതിഷ്ഠ നടത്തിക്കുകയും അവിടെ കാലക്രമേണ ഒരു സർപ്പക്കാവായി തീരുകയും ചെയ്തു. ആ സർപ്പക്കാവ് ഇപ്പോൾ ഇവിടെ കാണുവാനുമുണ്ട്.
മേൽപ്പറഞ്ഞ ഗോശാല ഇപ്പോൾ വലിയ ഉപയോഗമൊന്നും ഇല്ലാതെയാണ് കിടക്കുന്നത്. എങ്കിലും ഉടമസ്ഥന്മാർക്ക് പിടിച്ചുകൊടുക്കാത്ത രാത്രികാലങ്ങളിൽ കണ്ടവരുടെ വെളിവിൽ കയറി തന്നെ നശിപ്പിക്കുന്ന ചില കന്നുകാലികൾ ഇപ്പോഴും അവിടെ തന്നെ കിടക്കാറുണ്ട്. അതിനാൽ ആ ശാല പണിയിച്ച ആരുടെ ഉദ്ദേശം കേവലം നിഷ്ഫലമായി പോയി എന്ന് പറയുവാൻ പാടില്ല. ഇത് പണിയിച്ച നമ്പൂരിയുടെ ഇല്ലപ്പേര് പറമ്പിൽ എന്നാണെന്നും ചിലരും പറമ്പൂര് എന്നാണെന്നും മറ്റു ചിലരും പറയുന്നു. ഈ ഗോശാല കൊല്ലം 1092 ആണ്ടിടയ്ക്ക് പുരാതന സാന്യാദോഷനായ മിസ്റ്റർ ഗോപിനാഥ റാവു സന്ദർശിക്കുകയും പഴമ പരിചയമുള്ള പല വൃദ്ധന്മാരോട് ഇതിനെപ്പറ്റി ചോദിച്ച ചില വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 52 അവസാനിക്കുന്നു. 53 അവസാനിക്കുന്നു. ഇനി അധ്യായം 54 ആണ്. തേവല്ലശ്ശേരി നമ്പി.